ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. മുന്തിരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമ്മൾ മുന്തിരി വെച്ചിട്ട് പല വെറൈറ്റീസ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മളിതൊരു മാസത്തോളം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതെടുത്തിട്ട് ജസ്റ്റ് ഐസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഡയറക്റ്റ് അങ്ങനെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് തന്നെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിത് ഒരു എസൻസായി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേവിക്കുന്ന സമയത്ത് തന്നെ മധുരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സമയം ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുന്തിരിയിലൊക്കെ നന്നായിട്ട് തന്നെ മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. സാധാരണ നമ്മൾ വീട്ടിൽ മുന്തിരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ് പച്ചക്കല്ലേ മുന്തിരി ജ്യൂസ് അടിക്കുക, പക്ഷെ അതൊരു ചവർപ്പ് ചുവ ഉണ്ടാവും. പക്ഷേ നമ്മൾ മുന്തിരി ഇതുപോലെ പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ചവർപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിലൊരു ചേഞ്ചാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്തിരിയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുന്തിരി നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് വേറെയും തൊലി വേറെയും ആക്കിയെടുക്കണം കേട്ടോ. നമ്മളിത് മിക്സിയിൽ രാവിലെ ഇട്ടിട്ട് അടിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ഇങ്ങനെ അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ മുന്തിരിയുടെ ജ്യൂസ് വേറെയും തൊലി വേറെയും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ജ്യൂസിൽ നിന്ന് ഓരോ തവി വീതം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഐസ് വാട്ടർ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എക്സ്ട്രാ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു വേണ്ട. ഈ പഴുപ്പിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മുന്തിരിയുടെ ജ്യൂസ് വെച്ചിട്ട് മൊജിറ്റൊക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഗ്രേപ്പിൻ്റെ മൊജിറ്റോ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജ്യൂസ് ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.